ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. നമ്മളിന്ന് മൈൻക്രാഫ്റ്റിലെ ക്രാഫ്റ്റ് ക്യൂബ് എന്ന് പറഞ്ഞൊരു സെർവറിലാണ് വന്നിട്ടുള്ളത്. സോ അതിലെ സ്കൈ ബ്ലോക്കാണ് കളിക്കുന്നത്. ആക്ച്വലി ഐ ആം റിച്ച് പേഴ്സൺ. അതിനുമുമ്പ് കാര്യം എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ആക്ച്വലി റിച്ച് പേഴ്സൺ ഇത് റിച്ച് ഒന്നല്ല ഗൈസ്, ഞാൻ സ്റ്റാർട്ട് ചെയ്തുകൊണ്ടാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം. അതുകൊണ്ട് അത്യാവശ്യം റിസോഴ്സൊക്കെ ഉണ്ട് കൈമാൽ. ഓക്കെ, അപ്പോൾ ആവശ്യമുള്ള റിസോഴ്സ് എല്ലാം കൈമാൽ എടുക്കാം. പിന്നെ ഇതിൽ വെച്ചാൽ കുറേ ടാസ്ക് ഉണ്ടാവും, അത് കംപ്ലീറ്റ് ചെയ്തോളാം. നമ്മുടേതായിരിക്കും. ഇതാണ് നമ്മുടെ സ്റ്റോൺ ജനറേറ്റർ, അതും കൂടി ഒന്ന് പരിചയപ്പെടുത്താം. സോ ഇയാളാണ് നമുക്ക് ടാസ്ക് തരാം. ഇയാളടുത്ത് തന്നെ നമുക്ക് സാധനം വാങ്ങാം, വിൽക്കാം, എന്തൊക്കെയുണ്ട് ഗൈസ്. ഓക്കെ, ഒരു ചൊറയാണ്. ഇതിപ്പോൾ എനിക്ക് നിലവിലുള്ള ടാസ്ക്കാണ്. ഇത് കഴിയുമ്പോൾ അടുത്ത് തരും. അതായത് മറ്റേ പഞ്ചാബി ബസ് പറയുന്ന പോലെ ഈ വേഗം തീർത്താൽ അടുത്ത് വേഗം തരുന്നു, അതിനെ ചുരുക്കം. സോ ഏതായാലും നമുക്ക് ഇത് ഞാൻ ഫുൾ കളിക്കാൻ ഇത് മിക്കവാറും നിർത്തി. എപ്പിസോഡ് ഫുൾ അങ്ങനെ ഇടാൻ ചാൻസ് ഇല്ല, ബിക്കോസ് ഭയങ്കര ബോറിംഗ് ആണ്. നമുക്കൊരു സ്കൈ ബ്ലോക്ക് തുടങ്ങാം, ഒരു പുതിയ വേൾഡ്. അതാണ് നെറ്റൊന്നും ആവശ്യമില്ല, ഇത് നെറ്റും എടുത്ത് ചൊറ പരിപാടിയാണ്. ഓക്കെ, ഏതായാലും നമ്മൾ ഇതൊക്കെ ഒന്ന് ജസ്റ്റ് എടുത്തിട്ട് എന്ത് ചെയ്യാം, ഇത് കൊടുത്തങ്ങ് പൈസ ഉണ്ടാക്കാം. നിങ്ങൾക്ക് സൈഡിൽ കാണാം സ്കൈ ബ്ലോക്ക് കോയിൻസ് എന്ന് പറഞ്ഞാൽ കോയിൻ കണ്ട, അത്ര 2116 ഉണ്ട്. നമ്മൾ റിച്ചാണ്. സോളോ ആണ്. നമുക്ക് ടീമായിട്ട് കളിക്കാം. ആരെങ്കിലും ഇത് കളിക്കാൻ താല്പര്യപ്പെടുന്ന ഒരാളുണ്ടെങ്കിൽ ഗൈസ് പറയാം. പിന്നെ ഈ വേർഷൻ എങ്ങനെ ഡൗൺലോഡ് ആക്കൽ എന്നൊരു വിശദീകരിച്ചിട്ടുള്ളൊരു വീഡിയോ ഇടണമെങ്കിൽ ഒന്ന് പറയാം. എല്ലാം നോക്കിയിട്ട് ഞാൻ ഇടാം, അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഒപ്പം കളിക്കാൻ കഴിയും. സോ ഏതായാലും നമുക്ക് ഈ സീഡെല്ലാം ഒന്ന് എടുത്തന്നെ പ്ലാൻ ചെയ്യാം. ആ വീഡിയോ നിങ്ങൾ കാണും. സോ ഗൈസ്, നമുക്ക് ഏതായാലും നമ്മുടെ സീഡും ബീട്രൂട്ടും നമുക്കൊന്ന് കൊടുക്കാം. ഓക്കെ, കണ്ട ഇതിൽ നമുക്ക് ബീട്രൂട്ട് സീഡ്സ്, ബീട്രൂട്ട് എന്നൊക്കെയുണ്ട്. നമുക്ക് ഏതായാലും സാധനം ഒന്ന് കൊടുക്കാം. ബീട്രൂട്ട് സീഡ്സ് നമുക്കൊരു 58 എണ്ണയിലും കഴിയുമ്പോൾ അത് നമുക്ക് കൊടുത്ത് പൈസ ആക്കാം. നൗ ബീട്രൂട്ട് ഒരു 100 സംതിങ് ഉണ്ടായിരുന്നു, അതും കൊടുത്തു. സോ ഗൈസ്, അപ്പം ഇനി ഒരു ചെറിയൊരു ടൈം ലാബാണ്. പിന്നെ നമുക്കൊരു ഇത് നോക്കണമായിരുന്നു, സ്പോണേഴ്സിൽ ഡയമണ്ടൊക്കെ അൺലോക്ക് ആയില്ല. അല്ല, അൺലോക്ക് ആയാലും സെറ്റായിരിക്കും അല്ലേ. ഓക്കെ, നമുക്ക് ഒരു ടൈം ലാബ് ഞാൻ കാണിച്ചു തരാം. ഞാൻ ഇവിടെ ഇത് കോമഡി കാര്യമാണ്. ഞാൻ ഇവിടെ ഫുള്ള് പണിയെടുത്തിൻ്റെ സൈഡിലൊരു വേലു പോലെ ബ്ലോക്ക് വെച്ച് പറ്റി. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ഞാനൊക്കെ വേറെ ഐഡിയ ഉദ്ദേശിച്ചു. അതായിരുന്നു പിന്നെയും ബെറ്റർ. നിങ്ങൾ ഏതായാലും ഈ ടൈം ലാബ് വേണം, എനിക്ക് ഉദ്ദേശിച്ച ഐഡിയ ഞാൻ അതിന് ശേഷം പറഞ്ഞുതരാം. വെയിറ്റ് പിന്നെ ഗൈസ്, നിങ്ങൾ നോക്കൂ, ഷെയ്ഡർ നോക്കി, നൈസ് ഷെയ്ഡർ അല്ലേ. ഓക്കെ, നമ്മൾ ഷെയ്ഡറൊക്കെ ആഡ് ചെയ്തതിനും അത് കാണിക്കാനായിരുന്നു ഇപ്പോൾ ഒരു വോയിസും കൂടി വെച്ചേ. ഗൈസ്, നമുക്ക് ഇവിടെ വെള്ളം വെക്കണം, ഫാം ചെയ്യാനാണ്. നമുക്ക് അതൊക്കെ ഇവിടെ പംകിൻ ഫാം ചെയ്യണം. സോ ഞാൻ ഏതായാലും ആ ഐഡിയ പറയാം. ഇവിടെ വെച്ച് ഇവിടെ ഫെൻസ് കെട്ടിയാൽ മതിയായിരുന്നു. ലാസ്റ്റാണ് എനിക്ക് ഓർമ്മ വന്നേ. പിന്നെ ഏതായാലും എനിക്ക് ആ വീണ്ടും കളയാൻ ഇതാ അതിൻ്റെ ഇടയിലായി വലിയ പണി. ഇത് എന്നിട്ട് വീണ്ടും ഞാൻ മിസ്പ്ലേസ് ചെയ്തു. മൊബൈലിലാകുമ്പോൾ വലിയ കുഴപ്പമാണ്, അത് കുഴപ്പമില്ല. സോ ഗൈസ്, പറഞ്ഞാൽ മനസ്സിലായി. അവിടെ ഫെൻസ് കെട്ടിയാൽ സെറ്റാവും. അത് ഏതായാലും അടുത്ത സീരീസിൽ നമുക്ക് ഫെൻസൊക്കെ കെട്ടി ഇവിടെ ഒരു ഹൗസ് സെറ്റപ്പ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഏതായാലും നമുക്ക് വെള്ളം എടുത്തിട്ടാകും പംകിന് കൃഷി ചെയ്യാനുണ്ട്. അപ്പോൾ അതിൻ്റെ അവിടെ കൊണ്ട് പോയിട്ടിടാം. ഈ ടെക്നിക്ക് എല്ലാവർക്കും അറിയായിരിക്കും. 3 ബ്ലോക്കും ഇതേപോലെ കട്ടിയിട്ട് 2 ബക്കറ്റ് വെള്ളം വെച്ചാൽ നമുക്ക് ഇൻഫിനിറ്റി സോഴ്സ് എടുക്കാം. അതിൻ്റെ സെൻറ്ററിൽ നിന്ന് എപ്പോൾ എടുത്താലും അവിടെ വെള്ളം ഉണ്ടാവും സെൻറ്ററിൽ, കണ്ടോ. ഓക്കെ, ഷെയ്ഡറിൽ വെള്ളം നോക്കണം നൈസ് അല്ലേ.
സോ നമുക്ക് ഹോയ് എടുത്ത് പംകിന് വേണ്ടിയിട്ട് ജസ്റ്റ് 1 by 1 ഗ്യാപ്പ് ഇട്ടിട്ട് സെറ്റാക്കാം. ഓക്കെ, ഇവിടേക്ക് ഗ്യാപ്പ് 1 by 1 വെച്ച് കട്ടാക്കാം. ഓക്കെ, പംകിൻ ഞാൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടെ എങ്ങനെയാണ് ക്വസ്റ്റ്യൻ, അതായത് ടാസ്ക് കംപ്ലീറ്റ് ആവില്ല. അപ്പം ടാസ്ക് കംപ്ലീറ്റഡ് പംകിൻ്റെ സീഡ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാക്കുമ്പോഴത്തേക്ക് തന്നെ. സോ 8 സീഡ് നമുക്കൊന്ന് പ്ലാൻ ചെയ്യാം. ഓക്കെ ഓക്കെ, സീഡ് കഴിഞ്ഞു. വീണ്ടും ഒന്ന് സീഡാക്കാം. സീഡ് വീണ്ടും ആക്കിയിട്ടുണ്ട്, ഒരു 8 സീഡ്. ഓക്കെ നൈസ്. വീണ്ടും നമ്മൾ പ്ലാൻ ചെയ്ത് ബാക്കിയുണ്ട് വളരെ 4. ഓക്കെ ഗൈസ്, നമുക്ക് ഏതായാലും ഇനി ഇവിടെ കൊണ്ടുപോയി ഒരു പ്ലാങ്ക് സെറ്റ് ആക്കുന്നത് വെച്ചാൽ പ്ലാങ്ക്സ് ഇപ്പോൾ ആവശ്യമാണ്. ഓക്കെ, നമുക്ക് ഏതായാലും ഇനി ഈ വുഡൊന്ന് കട്ട് ചെയ്യണം. ഗെയിമിലൊരു ആക്സ് ഉണ്ട്, അതിൻ്റെ ലൈഫ് ഇപ്പം തീരും. ഒരു 4-5 വുഡ് കട്ട് ചെയ്യുമ്പോൾ തന്നെ സാരില്ല. അത് കട്ടിയതിന് ശേഷം നമുക്ക് സ്റ്റോൺ ആക്സ് ആക്കാം. വെറുതെ വിനിതയുടെ മൂലം കിടണ്ടേ, ഇൻവെസ്റ്റ്മാവില്ലേ. സോ ഗൈസ്, നമുക്ക് ഇത് കട്ട് ചെയ്യാം. നിങ്ങൾ അതും കണ്ടിട്ട് പോവാം. പിന്നെ ഗൈസ്, നിങ്ങൾ ശ്രദ്ധിച്ചോ ആ ആക്സ് പൊട്ടുമ്പോൾ ഒച്ച നൈസല്ലേ? ഞാനാക്കിയൊന്നല്ല, ഈ സർവറിൽ അങ്ങനെ തന്നെയാണ്. ഓക്കെ, സ്റ്റോൺ ആക്സിനെ കൊണ്ട് ഫുൾ മെയിൻ ചെയ്ത് നമുക്ക് വുഡ് എടുക്കാം. വുഡിൻ്റെ ഉണ്ട് ഗൈസ് ടാസ്ക്, അതിപ്പം കംപ്ലീറ്റ് ആക്കുന്നില്ല നിലവിൽ. നമുക്ക് ഏതായാലും ഇതിപ്പോൾ ഒന്ന് തീർക്കാം. പിന്നെ കൈസ്, അതിൽ എടുത്തു നോക്കുമ്പോൾ ഇതാണ്ടത് ഒരു ബീഫ്, അതായത് പശുവിനെ കൊന്നിട്ട് ഇതാക്കാൻ പറ്റിയൊരു ഇതുണ്ട് ടാസ്ക്. നമുക്കത് ഏതായാലും പറ്റുമെങ്കിൽ കംപ്ലീറ്റ് ആക്കാം. 30 പശുവിനെ കില്ല് ചെയ്യാം, പിന്നെ എത്രയോ ഇത് കളക്ട് ചെയ്യാം, അങ്ങനെയെല്ലാം. സോ നമുക്ക് ഏതായാലും അതിന് ഒന്ന് പോവാം. ഓക്കെ, അതിനു മുമ്പ് ജസ്റ്റ് പംകിൻ സെറ്റായിട്ടില്ല, ഇതൊന്നും നമുക്ക് കൃഷി എടുക്കണം. അതിനു മുമ്പ് നമുക്ക് ഏതായാലും പോയി വന്നിട്ടാകുമ്പോൾ കൃഷി എടുക്കാം അല്ലേ, അതായിരിക്കില്ല ബെറ്റർ. നമുക്ക് ഏതായാലും പോവാം. സോ ഗായ്സ്, നമ്മൾ ഇതെല്ലാം വിളിച്ചിട്ടുണ്ട്. എല്ലാം അടിച്ചങ്ങ് ഉറക്കിയിട്ടുണ്ട് ഗൈസ്. കീടില്ല എല്ലാം നമുക്കൊന്ന് മാക്സിമം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നത്രയും കൊല്ലുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ ഏതായാലും ഇത് കണ്ടിട്ടോ, ഞാനൊന്ന് വെറുതെ ലാഗ് ആക്കുന്നില്ല സംസാരിച്ചിട്ട്. ഓക്കെ, നിങ്ങൾ കാണുന്ന സ്പീഡിലാണ്, ടൈം ലാപ്പാണ്. ഓക്കെ ഗായ്സ്, ഏതായാലും നമുക്ക് ഇവിടെ നിന്ന് തിരിച്ച് നേരെ നമ്മുടെ ബേസിലേക്ക് പോകാൻ നൈറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഏതായാലും പറക്കാം. നമുക്ക് നമ്മൾ ഇവിടെ എത്തി. ഏതായാലും നമുക്ക് ഈ ഫുഡ് ഏതായാലും ഇവിടെ കുക്ക് ചെയ്യാൻ വിളക്കാം. ഏതായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗായ്സ്. വീഡിയോ ഓൾറെഡി കുറേ ലെങ്ത്തായി, നിങ്ങൾക്ക് വെറുതെ ഇതാക്കണ്ട. സോ അടുത്ത വീഡിയോയിൽ നിങ്ങൾ എൻ്റെ മിസ്റ്റേക്സ് ഒക്കെ ഒന്ന് പറ, നമുക്ക് അതിലൊന്ന് സെറ്റാക്കാം. സോ ഒരു ചാർക്കോളാക്കി നമുക്കിവിടെ ഫുഡ് കുക്ക് ചെയ്യാം. സോ ഗായ്സ്, നിങ്ങൾക്ക് നോക്കിയാൽ ബേക്ക് കാണാം, പംകിൻ സെറ്റ് ആയിട്ടുണ്ട്. സോ ബൈ ബൈ.